ഹായ് ഓൾ, എല്ലാവർക്കും മൈ നോട്ട്ബുക്കിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് മാത്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. ലാഭം നഷ്ടം എന്നീ കാര്യങ്ങളിലുള്ള കുറച്ച് മാത്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇപ്പൊ എല്ലാവർക്കും സ്വാഗതം. പ്യൂൺ അറ്റൻഡർ എക്സാമിന് തയ്യാറെടുക്കുന്നവർക്കും വിഇഒ LDC എക്സാമിനൊക്കെ തയ്യാറെടുക്കുന്നവർക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, സോ നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ ഈ നോട്ട്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് www.bvmohanan.com എന്ന ഈ മൈ നോട്ട്ബുക്കിൻ്റെ ബ്ലോഗിൽ നിങ്ങൾക്ക് നോട്ട്സ് ലഭിക്കുന്നതാണ്. നേരത്തെയും കുറേ നോട്ട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതെല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. സോ ആദ്യം ഞാൻ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് പറയാം. ഇതിങ്ങനെ കാണാതെ പഠിച്ചു വെക്കണമെന്നില്ല, അറിഞ്ഞു വെക്കുക. ഇപ്പം ലാഭം എന്ന് പറയുന്നത് എന്താണ്? വിറ്റ വില മൈനസ് വാങ്ങിയ വില. അപ്പം നമുക്കറിയാം, നമ്മളൊരു സാധനം ഒരു പ്രൈസിന് വാങ്ങി, ഒരു വിലയ്ക്ക് വാങ്ങിയിട്ട് നമ്മളൊരു വിലയ്ക്ക് വിറ്റു. അപ്പം നമ്മൾ വിറ്റ വിലയാണ് കൂടുതലെങ്കിലാണ് നമുക്ക് ലാഭം കിട്ടിയെന്ന് പറയാം. അതുപോലെ നമ്മൾ വാങ്ങിയ വിലയാണ് വിറ്റ വിലയേക്കാൾ കൂടുതലെങ്കിൽ, നമ്മൾ കൂടിയ വിലയ്ക്ക് വാങ്ങിയിട്ട് കുറഞ്ഞ വിലയ്ക്കാണ് വിറ്റെങ്കിൽ നമുക്ക് എന്താണ് ഉണ്ടാവുക? നഷ്ടമാണ് ഉണ്ടാവുക. അപ്പോൾ എന്തിൽ നിന്ന് എന്ത് കുറയ്ക്കണം? വാങ്ങിയ വിലയിൽ നിന്ന് വിറ്റ വില കുറയ്ക്കണം. ലാഭമാണെങ്കിൽ വിറ്റ വിലയിൽ നിന്ന് വാങ്ങിയ വില കുറയ്ക്കണം. ഓക്കെ, ഇനി ലാഭത്തിന്റെ ശതമാനം കാണുന്നതിനുള്ള ഇക്വേഷൻ ഏതാണ്? ലാഭം ഡിവൈഡഡ് ബൈ വാങ്ങിയ വില ഇൻറ്റു 100. ലാഭം ഡിവൈഡഡ് ബൈ വാങ്ങിയ വില ഇൻറ്റു 100. നഷ്ടത്തിന്റെ ശതമാനമാണെങ്കിലും എത്രയാണ്? നഷ്ടം ഡിവൈഡഡ് ബൈ വാങ്ങിയ വില ഇൻറ്റു 100. ഇങ്ങനെയാണ് വരിക. അപ്പോൾ എപ്പോഴും ശതമാനം, ലാഭശതമാനമോ നഷ്ടശതമാനമോ രണ്ടും കാണുമ്പോൾ എപ്പോഴും ഡിനോമിനേറ്ററിൽ ഏതാണ്? വാങ്ങിയ വില തന്നെയാണ്. വാങ്ങിയ വില തന്നെയാണ് ലാഭശതമാനത്തിനും നഷ്ടശതമാനത്തിനും വരുന്നത്. അത് ഓർത്തിരിക്കുക. ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം. അപ്പം നമ്മളുടെ ആദ്യത്തെ ചോദ്യമാണ്, 9 പേനകൾ വാങ്ങിയപ്പോൾ ഒരു പേന സൗജന്യമായി ലഭിച്ചു. അപ്പോൾ ഡിസ്കൗണ്ട് എത്ര ശതമാനം? 9 പേന നമ്മൾ വാങ്ങി, അപ്പോൾ ഒരു പേന സൗജന്യമായിട്ട് ലഭിച്ചു. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഡിസ്കൗണ്ട് എത്ര ശതമാനം? ഇതിൽ പേനയുടെ വില ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിലും എങ്ങനെ കണ്ടുപിടിക്കാം? ഓക്കെ, അപ്പൊ ഇതെങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ ഡിസ്കൗണ്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഡിസ്കൗണ്ട് ഈക്വൽ ടു സൗജന്യമായിട്ടുള്ളത് എത്രയാണോ അത് സൗജന്യം ഡിവൈഡഡ് ബൈ എന്താണ്? ആകെ കിട്ടിയത്. സൗജന്യം ഡിവൈഡഡ് ബൈ ആകെ കിട്ടിയത് എത്ര പേനയാണ്? ഇൻറ്റു 100. ഓക്കെ, അതായത് സൗജന്യം എന്ന് പറയുമ്പോൾ നമുക്ക് എത്രയാണ് സൗജന്യം കിട്ടിയത്? ഒരെണ്ണം. അതും കൂടി ചേർത്ത് ആകെ കിട്ടിയത് എത്രയാണ്? 10 ആണ്. അപ്പൊ 10 ഗുണം എന്ത്? 100. 1/10 ഇൻറ്റു 100. അപ്പൊ ഇവിടെ വെട്ടിക്കളയുമ്പോൾ ഇത് ക്യാൻസൽ ചെയ്ത് ഇവിടെ എത്രയാവും ഹരിക്കുമ്പോൾ? 10. അപ്പൊ എത്ര ശതമാനമാണ്? 10%. ഓക്കെ, അപ്പൊ ഇങ്ങനെ എളുപ്പത്തിൽ ഇത് കണ്ടുപിടിക്കാം. അപ്പോൾ ഇതാണ് 9 പേനകൾ വാങ്ങിയപ്പോൾ ഒരു പേന സൗജന്യമായി ലഭിച്ചു. അപ്പൊ ഡിസ്കൗണ്ട് എത്ര ശതമാനം? സൗജന്യം ഡിവൈഡഡ് ബൈ ആകെ കിട്ടിയത് ഇൻറ്റു 100 ആണ് ചെയ്യേണ്ടത്. 40 പേനകളുടെ വാങ്ങിയ വില 50 പേനകളുടെ വിറ്റ വിലയ്ക്ക് തുല്യമാണ്. 40 പേനകളുടെ വാങ്ങിയ വില 50 പേനകളുടെ വിറ്റ വിലയ്ക്ക് തുല്യമാണെങ്കിൽ നഷ്ടശതമാനം എത്രയാണ്? 40 പേനകളുടെ വാങ്ങിയ വില 50 പേനകളുടെ വിറ്റ വിലയ്ക്ക് തുല്യമാണെങ്കിൽ എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇതിൽ നഷ്ടശതമാനം കാണുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, നഷ്ടശതമാനം സമം സംഖ്യകളുടെ വ്യത്യാസം. സംഖ്യകളുടെ ഈ ഒരു ഇക്വേഷൻ നോക്കുക. സംഖ്യകളുടെ വ്യത്യാസം, നമുക്ക് തന്നിരിക്കുന്ന സംഖ്യകൾ 40ഉം 50ഉമാണ്. ആ സംഖ്യകളുടെ വ്യത്യാസം ഡിവൈഡഡ് ബൈ അതിൽ ഏതാണോ വലിയ സംഖ്യ അത് രണ്ടും കൂടി ചെയ്തിട്ട് 100 കൊണ്ട് ഗുണിക്കണം. അപ്പൊ ഇവിടെ സംഖ്യകളുടെ വ്യത്യാസം എന്ന് പറയുമ്പോൾ ഇവിടെ എത്ര വരും? 50 മൈനസ് 40 ഡിവൈഡഡ് ബൈ വലിയ സംഖ്യ ഇതിൽ 50 ആണ് ഇൻറ്റു 100 ചെയ്യുക. അപ്പൊ എത്ര വരും? ഓക്കെ, 10 പ്ലീസ് വെയിറ്റ്. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് വരുന്നു നമുക്ക് പറയാം. ഇവിടെ ചെറിയൊരു ഇന്ററപ്ഷൻ അവിടെ ഉണ്ടായിപ്പോയി, ക്ഷമിക്കണം. അപ്പൊ ഇവിടെ വന്നത് വേറൊന്നുമല്ല, 50 മൈനസ് 40 എത്രയാണ്? 10 ആണ്. ഡിവൈഡഡ് ബൈ എത്ര വന്നു? 50 ഇൻറ്റു 100. ഓക്കെ, ഈ ഒരു യെല്ലോ കളറാണ് നിങ്ങൾക്ക് കുറച്ചും കൂടി സ്യൂട്ടബിൾ തോന്നുന്നു കാണാനായിട്ട്. അപ്പൊ ഈ ഒരു 5 വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ എത്ര വരും? 50 ഇൻറ്റു 2 ആണ്. അപ്പൊ 10 ഇൻറ്റു 2 എത്രയാണ്? 20 ആണ്. അപ്പൊ 20%.
ഓക്കെ, അപ്പൊ ഇങ്ങനെ 40 പേനകളുടെ വാങ്ങിയ വില 50 പേനകളുടെ വിറ്റ വിലയ്ക്ക് തുല്യമാണെങ്കിൽ നഷ്ടശതമാനം എത്ര? ഇത് കാണാൻ എന്ത് ചെയ്താൽ മതി? ആ സംഖ്യകളുടെ വ്യത്യാസം കണ്ടിട്ട് ഡിവൈഡ് ചെയ്യണം വലിയ സംഖ്യ കൊണ്ട്, എന്നിട്ട് ഇൻറ്റു 100 ചെയ്താൽ മതി. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 8 രൂപയ്ക്ക് 5 മാങ്ങകൾ എന്ന നിരക്കിലാണ് വാങ്ങിയത്. 10 രൂപയ്ക്ക് 5 മാങ്ങകൾ എന്ന നിരക്കിൽ വിറ്റാൽ ലാഭശതമാനം എത്ര? 8 രൂപയ്ക്ക് 5 മാങ്ങ എന്ന നിരക്കിൽ വാങ്ങി, അപ്പോൾ 10 രൂപയ്ക്ക് 5 മാങ്ങകൾ എന്ന നിരക്കിൽ വിറ്റാൽ ലാഭശതമാനം എത്ര? അപ്പൊ ഇതിനകത്ത് വാങ്ങിയ വില എന്ന് പറയുന്നത്, ഓക്കെ, വാങ്ങിയ വില എന്ന് പറയുന്നത് ഇപ്പൊ എത്രയാണ്? 8 രൂപയ്ക്ക് 5 മാങ്ങ. അപ്പൊ 8 × 5 എത്രയാണ്? 40. അതുപോലെ വിറ്റ വില എങ്ങനെയാണ്? 10 രൂപയ്ക്ക് 5 മാങ്ങ. അപ്പൊ എത്രയായി? 50 രൂപ അല്ലേ? അപ്പോൾ ലാഭം എന്ന് പറയുന്നത് എത്രയാണ്? ഇങ്ങനെ കണ്ടാൽ മതി. വാങ്ങിയ വില 40ഉം വിറ്റ വില 50ഉമാണ്. അപ്പൊ 50 - 40 എത്രയാണ്? 10. അപ്പൊ ലാഭത്തിന്റെ ശതമാനം ഈക്വൽ ടു ലാഭം എത്രയാണ്? 10 ഡിവൈഡഡ് ബൈ വാങ്ങിയ വില എത്രയാണ്? 40 × 100. അപ്പൊ 40 × 100. അപ്പൊ ഇതിവിടെ എന്ത് വരും? 40ന്റെ ഈ ഒരു 0 ഈ ഒരു 0 ഞാൻ വെട്ടിക്കളഞ്ഞു. 4ഉം 100ഉം കൂടി ഹരിക്കുമ്പോൾ ഇവിടെ 25 വന്നു. അപ്പൊ എത്ര ശതമാനമാണ്? 25%. സോ ഇത്രയാണ് ഈ ഒരു ലെസണിൽ നമ്മൾ പഠിച്ചത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. സോ കൂടുതൽ ക്വസ്റ്റ്യനുമായിട്ട് ഇനി ഞാൻ വരുന്നതാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ നിങ്ങളിത് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ. നിങ്ങളുടെ കമൻസും സജഷൻസും ഒക്കെ പ്രതീക്ഷിക്കുന്നു. അതുപോലെ ഇതിൻ്റെ ബ്ലോഗിൽ bibimohanan.com എന്ന ബ്ലോഗിൽ നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ട്സ് ലഭിക്കുന്നതാണ്. www.bibimohanan.com. കൂടാതെ ടെലിഗ്രാം ചാനലുണ്ട്. ടെലിഗ്രാം ചാനൽ ഓരോ എക്സാമിനെ ബേസ് ചെയ്തിട്ടുണ്ട്. മൈ നോട്ട്ബുക്കിന്റെ അല്ലാതെ ഉള്ള ചാനലും ഉണ്ട്. t.me/my-notebook-psc. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൈ നോട്ട്ബുക്കിന്റെ നേരെയുള്ള ടെലിഗ്രാം ചാനലാണ്. അല്ലെങ്കിൽ ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. 7510893107 ആണ് നമ്പർ. താങ്ക് യു സോ മച്ച്.